ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടും. ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനോവിഷമതകളും വന്നാൽ പോലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുന്നവരാണ് ഈ ഉത്രം നക്ഷത്രക്കാർ. ചിങ്ങം രാശിയിലാണെങ്കിൽ 15 നാഴികയും കന്നി രാശിയിൽ 45 നാഴികയും കൂടിച്ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രം കൂടിയാണ് ഈ ഉത്രം നക്ഷത്രം. അതിൽ ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ഫെബ്രുവരി മാസം 12-ാം തീയതി വരെ രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ നിൽക്കുന്നതും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യപരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ, യാത്രകളിൽ, ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധ വേണം. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. എന്നാലോ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നോക്കുമ്പോൾ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. കർമാധിപതിയായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ ഫെബ്രുവരി മാസം 5-ാം തീയതി മുതൽ നിവൃത്തി സ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് തൊഴിൽ ചെയ്യുന്നവരിൽ, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ വർദ്ധിക്കുവാനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഫെബ്രുവരി മാസം 3-ാം തീയതി മുതൽ കേന്ദ്രഭാവത്തിൽ നിന്നുകൊണ്ട് ഈ ബുധൻ ജന്മരാശിയിലേക്ക് നോക്കുന്നതും 5-ാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് നോക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്നതായിട്ടൊരു സമയമാണ്. പഠന വിഷയത്തിലാണെങ്കിൽ നല്ല മികവ് പുലർത്തുവാൻ സാധിക്കുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഈ ഒരു സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. എന്നാലോ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ഈ ഫെബ്രുവരി മാസത്തിൽ വളരെ നല്ലതാണ്. ഇനി ഉത്രം നക്ഷത്രം, കന്നിരാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഫെബ്രുവരി മാസം 3-ാം തീയതി മുതൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതും 6-ാം ഭാവത്തിലാണെങ്കിലോ ഈ ഒരു സമയങ്ങളിൽ രാഹുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും 6-ാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ, ജീവിതാനുഷ്ഠാനങ്ങളിൽ കൂടുതലും ശ്രദ്ധ വേണം. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം.
വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ ബുധനാണെങ്കിൽ ഫെബ്രുവരി മാസം 3-ാം തീയതി മുതൽ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും, നിവൃത്തി സ്ഥാനത്താണെങ്കിലോ ശനീശ്വരൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും നിവൃത്തിനാഥനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് സുഖസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് കർമ്മസംബന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം കുറച്ചൊക്കെ നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി ധനപരമായിട്ടാണെങ്കിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഈ ഒരു സമയങ്ങളിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്.